ജി സുകുമാരൻ നായരുടെ തീരുമാനം ഏകപക്ഷീയമല്ല എന്നതാണ് എൻ്റെയും അഭിപ്രായം. ഇതിൻ്റെ ഒരു ഘടന, NSSന്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ 168 താലൂക്ക് യൂണിയനുകളാണ്. ആ താലൂക്ക് യൂണിയനുകൾക്ക് കീഴിലാണ് 5794 കരയോഗങ്ങളാണുള്ളത്. താലൂക്ക് യൂണിയനിൽ നിന്നും 3 പേർ വീതം പ്രതിനിധി സഭയിലേക്ക് വരും. അപ്പോൾ ഈ 168x3 അതിൽ നിന്നാണ് ഡയറക്ടർ ബോർഡിലേക്ക് ആളുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അവർ ആണ് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കെട്ടുറപ്പുള്ള ഘടന. അപ്പോൾ വളരെ ഷാർപ്പായ പ്രതികരണങ്ങൾ ഇപ്പോൾ പല കരയോഗങ്ങളിൽ നിന്നും വന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. കണയന്നൂർ NSSൽ നിന്നും വന്നിരിക്കുന്നത് പ്രമേയമാണ്. അപ്പുറത്ത് ചങ്ങനാശ്ശേരിയിൽ ബാനർ 2 തവണ, ചങ്ങനാശ്ശേരിയിൽ 4 പേർ രാജിവെച്ചു. പത്തനംതിട്ടയിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും ഒരു ബാനർ വരുമ്പോൾ ആ ബാനർ ഞങ്ങൾ തന്നെയാണ് വെച്ചത്. ചങ്ങനാശ്ശേരിയിൽ പക്ഷേ രാജിവെച്ചവർ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല എന്നൊക്കെ കരയോഗത്തിന്റെ ആയിരിക്കാം. പക്ഷേ രാജിവെച്ചു. ഒരു കുടുംബത്തിലെ 4 പേർ രാജിവെക്കുന്നു. അപ്പുറത്ത് ഈ വിഷയത്തിലുള്ള പ്രതിഷേധമാണല്ലോ. തിരുവനന്തപുരത്ത് ഞങ്ങളാണ് ഈ പ്രതിഷേധം ഞങ്ങളാണ് ബാനർ വെച്ചത് എന്ന് കരയോഗത്തിലെ പ്രതിനിധികൾ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഇപ്പോൾ NSSന്റെ സ്വാധീനം നോക്കുകയാണെങ്കിൽ വടക്കോട്ടയ്ക്ക് അങ്ങനെ NSSന്റെ സ്വാധീനം അത്ര പോരാ. തെക്കോട്ട് വരുമ്പോൾ കൊച്ചിയായാലും മധ്യ തിരുവിതാംകൂറായാലും ശക്തി കേന്ദ്രങ്ങൾ തന്നെ. അപ്പോൾ ഈ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് പോലെ ഇത് അവരറിയാത്ത എന്തൊക്കെയോ ഉറപ്പുകളാണോ? അതാണല്ലോ ചോദ്യം. ആ ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കേസുകൾ പിൻവലിക്കുന്നു, നാമജപ ഘോഷയാത്രയുടെ കേസുകൾ പിൻവലിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് കൂടി സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. അത് ഞങ്ങളെ കൂടി അറിയിക്കാമല്ലോ. അതാണോ ഉറപ്പ്? അപ്പോൾ അത് ഉറപ്പാണെങ്കിൽ ആ ഉറപ്പ് ഞങ്ങളും കൂടി അറിയേണ്ടതില്ല. അതിലൊരു രഹസ്യ സ്വഭാവം വേണ്ടതില്ല. അപ്പോൾ അതല്ല ഉറപ്പ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരേണ്ടതാണ്. അത് സർക്കാരിനും പറയാവുന്നതാണ്. അത് വന്നിട്ടില്ല. ഇനി അതല്ല, ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചില ഉറപ്പുകളാണ് കിട്ടിയതെന്ന് ജി സുകുമാരൻ നായർ തന്നെ അഭിമുഖത്തിൽ പറയുകയാണ്. അതേ കാര്യം മന്ത്രി VN വാസവനോട് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഭംഗിയായിട്ടതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തുള്ള പുരോഗമനാശക്കാരുടെ നവോത്ഥാന, 2ാം നവോത്ഥാന പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ വോട്ടും വേണം. ഇപ്പുറത്ത് ഹിന്ദു ആചാരങ്ങൾ വിശ്വസിക്കുന്നവരുടെ വോട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം തീരുമാനം പറയാതെ നിൽക്കുന്നു. അതേസമയം ഈ പറയുന്ന ജനറൽ സെക്രട്ടറിയുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാൻ VN വാസവനാണ് അതിലൊരു പാലമായി നിൽക്കുന്നത്. VN വാസവൻ കൃത്യമായി സുകുമാരൻ നായരെ കാണുന്നുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ തന്നെ അത് നടത്താനുള്ള ആലോചനകളിൽ പോലും ജി സുകുമാരൻ നായർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹവുമായി കൂടി ആലോചിച്ചിട്ട് നടപ്പാക്കിയ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീട് ക്ഷണിച്ച് വരുന്നു എന്ന മട്ടിൽ, പ്രതിനിധി അയക്കുന്ന മട്ടിലല്ല, അതിൽ NSSന് കൂടി ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൂടി താല്പര്യം മാനിച്ചുകൊണ്ടാണ്, അതായത് ഒരു തെറ്റുതിരുത്തൽ എന്ന് തോന്നിക്കുന്ന, ഈ ഭക്തരുടെ ഇടയിൽ ഒരു തെറ്റുതിരുത്തൽ എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു ആയിട്ടാണ് അത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതൊരു വിഷയം. രണ്ടാമത്തെ കാര്യം, NSS ഉന്നയിച്ച കാര്യങ്ങളിൽ എത്രത്തോളം ഇടത് സർക്കാരുകൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാരുടെ സംവരണം, അത് കേന്ദ്രത്തിൽ ഒരു നിയമമായി വരുന്നതിന് മുമ്പ് തന്നെ കേരളം നടപ്പാക്കിയിട്ടുള്ളതാണ്. ഇടത് സർക്കാരാണ് നടപ്പാക്കിയിട്ടുള്ളത്. അത് എല്ലാ കാലവും NSS ആവശ്യപ്പെട്ടിരുന്നതാണ്. മറ്റൊരു, ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു ഉറപ്പല്ല, ഒരു തീരുമാനം തന്നെ NSSന് അനുകൂലമായി വന്നിരിക്കുന്നത്, ഈ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങളിൽ, ആ അധ്യാപക നിയമനങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ നിയമനം കഴിഞ്ഞ ശേഷമേ ബാക്കിയുള്ളവർക്ക് നിയമനം നൽകാവൂ എന്നൊരു ചട്ടമുണ്ട്. അപ്പോൾ ആ ചട്ടം വരുമ്പോൾ അത് പലപ്പോഴും റൊട്ടേഷൻ അനുസരിച്ച് നടക്കാറില്ല. കാരണം ആ ഒരു പോസ്റ്റിലേക്ക് ഭിന്നശേഷിക്കാർ വരുന്നില്ല. അങ്ങനെ വരാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ള നിയമനങ്ങളും നടപ്പാക്കാതെ അധ്യാപകരില്ലാത്ത പ്രശ്നം വരുന്നു. അത് ഏത് സമുദായക്കാർ നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളിലും ഈ പ്രശ്നമുണ്ട്. NSS അതൊരു വിഷയമാക്കി അപ്പുറത്തെ സർക്കാരിനെ സമീപിക്കുകയും സർക്കാർ NSSന്റെ എയ്ഡഡ് സ്കൂളുകളിൽ ആ ഒരു ചട്ടം എടുത്തു കളഞ്ഞ് ഒരു തീരുമാനം, ഒരു ഉറപ്പ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിയമനങ്ങൾ നടത്താൻ NSSന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് NSSന്റെ സ്കൂളുകളിൽ അപ്പോൾ ഈ ചട്ടം മാറുന്നു. അതായത് ഈ ഭിന്നശേഷിക്കാരുടെ നിയമനം നടന്നിട്ട് ശേഷം മാത്രമേ പാടുള്ളൂ എന്നുള്ള നിയമം മാറ്റുന്നു. അവർക്കും കൊടുക്കണം, പക്ഷേ അവർ വരുന്ന മുറയ്ക്ക് കൊടുത്താൽ മതി. അതേസമയം മറ്റു നിയമനങ്ങൾ നടത്താം എന്നൊരു തീരുമാനം അറിയിക്കുന്നു. അത് NSSന്റെ സ്കൂളുകൾക്ക് മാത്രം ബാധകമായിരിക്കുന്ന ഒരു ഉറപ്പാണ്. അത് ഒരു അനുകൂലമായ തീരുമാനമായി വരികയാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി നമുക്കറിയാം, ജി സുകുമാരൻ നായർ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അവിടെ പോകുന്ന ഒരു മണിക്കൂറോളമാണ് അവിടെ ഇരുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് ആ ബന്ധം മാറിയിട്ടുണ്ട്. അപ്പുറത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ആരും NSS ആസ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നതിനെ അത്ര ശരിയാണെന്ന് തോന്നിയിട്ടില്ല. പോയിട്ടുണ്ട്. ഈ പറയുന്ന VD സതീശൻ എടുത്തിരുന്ന മുൻപുള്ള നിലപാട്, ഞാൻ ഒരു സമുദായ സംഘടനകളെയും നിരങ്ങാറില്ല എന്ന് മുൻപ് പറഞ്ഞ കാര്യം അദ്ദേഹം പിന്നീട് ആ വിഷയം വിവാദമായ ഘട്ടത്തിൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ബന്ധം ആ നല്ല രൂപത്തിൽ തന്നെ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. VD സതീശൻ, ജോസഫ് M പുതുശ്ശേരി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ഒരുമിച്ച് ജി സുകുമാരൻ നായരെ പെരുന്നയിൽ പോയി കണ്ടിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പഴയ രൂപത്തിലാണോ ബന്ധങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ രൂപത്തിൽ നിരന്തരം ഒരു ബന്ധം സ്ഥാപിക്കുകയും അവരുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് മാറിയിട്ടില്ല. ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാര്യത്തിൽ പറയുന്നത്, ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. ആഗോള അയ്യപ്പ സംഗമം എങ്ങനെ നടത്തി? സമുദായ നേതാക്കളെ കൊണ്ടുവന്ന് നടത്തി. സമുദായ നേതാക്കളെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നതെന്ന് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് ശബരിമലയുടെ വികസനത്തിനാണ് എന്ന് അരിഭക്ഷണം കഴിക്കുന്നവർ വിശ്വസിക്കില്ല. കാരണം തിരഞ്ഞെടുപ്പ് വരുന്നു. ഇത് തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സമുദായ നേതാക്കളുടെ പിന്തുണ വേണം. ആ പിന്തുണയൂടെ വിജയിക്കണം എന്നതാണ് ഇപ്പോഴത്തെ നിലപാട്. അതിപ്പോഴത്തെ നിലപാട് എന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ വട്ടിയൂർക്കാവിൽ സുജയ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവിലെ തിരഞ്ഞെടുപ്പിൽ അവിടെ നായർ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ്. അവിടെ എപ്പോഴും ഒരു നായർ സ്ഥാനാർത്ഥിയാണ് നിർത്തുക. അതിൽ ഒരു വിപ്ലവകരമായ തീരുമാനം നടത്തി പ്രശാന്തനെ നിർത്തുന്നു. പ്രശാന്തൻ ഉന്നത വിജയം, നല്ല രൂപത്തിലുള്ള വിജയം ഉണ്ടാവുകയും ചെയ്തു. ആ വിജയത്തിന് ശേഷം NSSനെ വെല്ലുവിളിക്കുന്ന പ്രതികരണം ഈ പറയുന്ന എം വി ഗോവിന്ദൻ നടത്തിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സമുദായ നേതാക്കൾ പറയുന്ന പോലെയല്ല വോട്ട് ചെയ്യുക എന്നത്. രണ്ടാമത്തെ അനുഭവം CPM-നുണ്ടല്ലോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമയത്താണ് അയ്യപ്പൻ്റെ കോപമുണ്ടാകുമെന്നും ആ ശിക്ഷ ലഭിക്കുമെന്നും പറഞ്ഞിട്ട് ആ തിരഞ്ഞെടുപ്പിലും രണ്ടാം പിണറായി സർക്കാരിലേക്കുള്ള വാതിലായി മാറുകയാണ്. അപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അങ്ങനെയാണോ സമുദായങ്ങൾ വോട്ട് ചെയ്യുക എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നിരിക്കലും ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പുതിയ കാലത്തിൽ ഒരു തരത്തിലും ഈ പറഞ്ഞ മാതിരി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളതാണ് ഒരേപോലെ BJP-യുടെയും CPM-ന്റെയും സ്വപ്നം. അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ BJP 1-2 സീറ്റുകൾ നേടിയാലും വേണ്ടില്ല, പ്രതിപക്ഷം വരരുത് എന്നൊരു തീരുമാനം അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വേറെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. മുസ്ലിം ലീഗ് ചില സമയങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് CPM-ന്. ചില സമയത്ത് മുസ്ലിം ലീഗിനെ അതിൽ മുസ്ലിം എന്ന രൂപത്തിൽ മാത്രം കാണുന്ന രൂപത്തിലും പ്രതികരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരും. ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം രസകരമായ പ്രതികരണമല്ലേ? യുവതീ പ്രവേശനത്തിനുള്ള തീരുമാനമടക്കമുള്ള മാറ്റം സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. അതായത് ആവശ്യം അവർ നിശ്ചയിക്കും. എപ്പോൾ ചർച്ച വേണം, എപ്പോൾ ചർച്ച വേണ്ട, എപ്പോൾ പറയാം, എപ്പോൾ പറയാൻ പാടില്ല, അത് ഞങ്ങൾ നിശ്ചയിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ പുരോഗമനവാദികളാകും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ ആചാര സംരക്ഷകരാകും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആചാര സംരക്ഷകരാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിൽ മിണ്ടാൻ നിൽക്കുന്നില്ല. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യമില്ല. പഴയ കാര്യങ്ങൾ പറയരുത്. 2018 ഏതോ കാലത്ത് കഴിഞ്ഞു പോയത്. 2018 ഇപ്പോൾ മിണ്ടരുത്. ഇപ്പോൾ നമ്മൾ 2025 നിൽക്കുകയാണ്. 2025 നമ്മുടെ തീരുമാനം എന്താണ്? ഭൂരിപക്ഷ വോട്ടുകൾ, നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ടുകൾ, അതിലപ്പുറമുള്ള ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിയെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കൈയുയർത്തിക്കൊണ്ടുവരും, ഒരുമിച്ച് നിൽക്കും. അദ്ദേഹത്തിൻ്റെ വർഗീയ പ്രസംഗങ്ങൾ ഇനിയും തുടരാനുള്ള വഴിയൊരുക്കും. ഒരു പ്രശ്നവുമില്ല. അപ്പുറത്ത് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടിനെ രൂക്ഷമായി വിമർശിക്കും. മുസ്ലിം ലീഗാണ് UDF-നെ നയിക്കുന്നത് എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തും. ഇതൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ പറയുന്ന സമുദായാംഗങ്ങൾ പറയുന്നതാണോ, ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാണോ ഇവിടെ നടക്കുക എന്നുള്ളതാണ്. വോട്ടർമാർ, കേരളത്തിലെ വോട്ടർമാർ അക്ഷരാഭ്യാസമുള്ളവരും രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളവരുമാണ്. അവർക്ക് അറിയാം ഏത് രൂപത്തിൽ പ്രതികരിക്കണമെന്നുള്ളത്. പക്ഷേ നമ്മുടെ വിഷയം ഇപ്പോൾ തീരുമാനം ഏകപക്ഷീയമാണോ എന്നുള്ളതാണല്ലോ. തീരുമാനം എന്തായാലും NSS ജനറൽ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ തീരുമാനമല്ല. ഇതിലൊരു ചർച്ച നടന്നിരിക്കാം. കാരണം നമുക്ക് അനുകൂലമായ കുറേ കാര്യങ്ങൾ. വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാർ, ഇപ്പോൾ 10 വർഷമായി ഭരണത്തിലിരിക്കുന്ന സർക്കാരിൽ നിന്ന് മാത്രമേ ഏത് സമുദായത്തിനും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ല പ്രതിപക്ഷത്തിനോടൊരു കാര്യം പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. ഭരിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് BJP-യോട് പറയുന്നത്, നിങ്ങൾ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ്, ഇവിടെ നിയമനിർമ്മാണം എന്നുള്ള ഉറപ്പ് ഈ പറയുന്ന വി മുരളീധരൻ തന്നെയാണ് അന്ന് ഉറപ്പ് നൽകിയിരുന്നത്. വി മുരളീധരനാണ് വേണ്ടി വന്നാൽ നിയമനിർമ്മാണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്ന കാര്യമാണ്? ഇപ്പോൾ സുരേഷ് ഗോപി വന്ന് പറയുകയാണ് ശബരിമല കേന്ദ്രം ഏറ്റെടുത്ത് ദേശീയതല. അതെങ്ങനെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊന്നും ഒരു തരത്തിലും നടക്കാൻ പോകാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പ്രഖ്യാപനങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുക. സുരേഷ് ഗോപി ആ രൂപത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ BJP അന്ന് പറഞ്ഞ കാര്യം ഇന്നിപ്പോൾ സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. പറഞ്ഞതൊക്കെ ഉണ്ട്, ഇവിടെ ആർക്കൈവ്സിലുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വി മുരളീധരൻ പറയുന്നത് കോടതിയുടെ മുന്നിലാണല്ലോ കേസിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും സാധ്യമല്ല. ഇതാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴും പാനിക്കായിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ ബോധ്യപ്പെടുത്താം എന്ന നിലയ്ക്കാണ് നാളെ കോട്ടയത്ത് യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ അവർ എന്തുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുത്തില്ല,
അതായത് ബഹിഷ്കരണവും ഇല്ല, പങ്കെടുക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അതിൽ എന്തുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് വിശദീകരിക്കും. ആ വിശദീകരണമാണ് നമ്മൾ ഇനി കേൾക്കേണ്ടത്. ഏതായാലും ജനറൽ സെക്രട്ടറിയുടെ തീരുമാനം ഈ പറയുന്ന മുഴുവൻ കരയോഗങ്ങളെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായി വന്നിട്ടില്ല. പക്ഷേ അറിയേണ്ടവർ അറിഞ്ഞുകൊണ്ടെടുത്തൊരു തീരുമാനമാണ്. നിലവിൽ ഭരിക്കുന്നവർ നമുക്ക് അനുകൂലമായി ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ ഒരു 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 ഉപകാര സ്മരണ എന്ന നിലയ്ക്ക് അയ്യപ്പ സംഗമത്തിൽ പോകേണ്ടതുണ്ട് എന്ന നിലയ്ക്കാണ് പോയിരിക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന കേസുകളുടെ കാര്യത്തിൽ, കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് സഭയിൽ പറയാമല്ലോ. സഭ നടക്കുകയായിരുന്നല്ലോ. സഭയിൽ പറയാം, ഇത്ര കേസുകൾ ഞങ്ങൾ പിൻവലിച്ചു, ഈ കേസുകൾ ഈ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട കേസുകളാണ്, ഞങ്ങളത് പിൻവലിച്ചു എന്ന്. ആ ഒരു കാര്യത്തിൽ തീരുമാനമില്ലാത്തതാണ് ഇപ്പോൾ കണയന്നൂർ NSS കരയോഗത്തെ വിഷമിപ്പിച്ചിരിക്കുന്നത്. കാരണം ആ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് വൃദ്ധരായ വിശ്വാസികളായ ഒരുപാട് സ്ത്രീകളടക്കമുള്ളവരുണ്ട്. അവർക്കെതിരെയുള്ള കേസടക്കം പിൻവലിച്ചിട്ടില്ല എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ അതാണ്. മാത്രമല്ല ഇന്ന് വേറൊരു കാര്യം കൂടി ഇവിടുത്തെ കണയന്നൂരിലെ പ്രതിനിധി പറയുകയുണ്ടായത്. ഈ അന്നത്തെ സമരത്തിൽ ബസ്സുകൾക്കെതിരെ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത്തരം സമരങ്ങളിൽ പങ്കെടുത്ത് കേസുകൾ നേരിടേണ്ടവർ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് അങ്ങോട്ട് കേസ് നേരിട്ടോളൂ എന്ന് പറയുകയാണ്. അതായത് NSSന്റെ ആഹ്വാനപ്രകാരം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു, അതിൽ വൈകാരികമായി പ്രതികരിച്ചവരുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് കേസ് നേരിട്ടോളൂ എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നാണ് ഈ കണയന്നൂരിലെ NSS കരയോഗം പ്രതിനിധി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് ഒരു പ്രതിഷേധമായി നിൽക്കുകയാണ്. ഈ പറഞ്ഞ ബാനർ പ്രതിഷേധത്തിലേക്കല്ല ഇവർ പോയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി അക്കാര്യത്തിൽ വ്യക്തമായ പ്രതികരണം നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പും NSS എടുത്ത ചില നിലപാടുകളിൽ NSSനകത്ത് പ്രതികരണങ്ങൾ വരുമ്പോൾ ജനറൽ സെക്രട്ടറി ഒരു വാർത്താക്കുറിപ്പിലൂടെ ഒരു വ്യക്തത വരുത്താറുണ്ട്. ഒരു പക്ഷേ ഇക്കാര്യത്തിൽ കഴിഞ്ഞ അഭിമുഖവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ പോലും ഒരു വ്യക്തത വരുത്തിയേക്കുമെന്നതാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നിലവിലെ തീരുമാനം ഏകപക്ഷീയമാണ് എന്ന് ഞാൻ കരുതുന്നു. Meet the editors.